ഹായ് എവ്രി വൺ. എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, മോസ്റ്റ്ലി ഞാൻ സ്വീറ്റ്സ് അല്ലെങ്കിൽ ഡെസേർട്ട് റെസിപ്പീസാണ് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറ്റി പിടിച്ചൊരു സ്പൈസി ആൻഡ് ഈസി പെരി പെരി ചിക്കൻ റൈസാണ്. സോ ഇൻ എ പാൻ ആഡ് സം അനിയൻസ്, ഗാർലിക് ആൻഡ് ബെൽ പെപ്പർ, റെഡ് ബെൽ പെപ്പറാണ്. ആൻഡ് ഫ്യൂ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് എടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോർമൽ ചില്ലി സോക്ക് ചെയ്താണ് എടുത്തത്. അതുകൊണ്ട് ഒരു 4 ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ പാപ്രിക്ക, തൈം, റോസ്മേരി ഉണ്ടെങ്കിൽ അതും ഇടാം. എൻ്റെ അടുത്ത് ഫ്രഷ് ഉണ്ടായിരുന്നില്ല. ഈ മാരിനേഷന് നല്ല കളർ കിട്ടാൻ കാശ്മീരി ചില്ലി തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പം മിക്സ് ചെയ്ത് കാശ്മീരി ആൻഡ് നോർമൽ ചില്ലി എടുത്താൽ മതി. ഇതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും ചേർത്ത് പാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുത്താൽ നമ്മുടെ മാരിനേഷൻ ഈസ് റെഡി. അതിൽ ഹാഫ് ദ മാരിനേഷൻ ഞാനിവിടെ ഈ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 30 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. മീൻ ടൈം ഒരു 2 കപ്പ് ബസ്മതി റൈസും നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതും ഒരു 30 minutes ഞാനിവിടെ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് വെള്ളത്തിൽ. നേരത്തെ നമ്മൾ ചിക്കൻ്റെ മാരിനേഷൻ റോസ്റ്റ് ചെയ്തെടുത്ത് സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതിലിപ്പോൾ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുത്തിട്ട് ഞാൻ എൻ്റെ ഗ്രിൽ പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ലാസ്റ്റ് ഞാനിത് റൈസിലേക്ക് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ നിന്ന് കുക്കാവട്ടെ. നമുക്ക് അടുത്തത് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിന് നമ്മുടെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് സവാള നല്ലപോലെ വഴറ്റി സവാള വഴണ്ട് വരുമ്പോഴത്തേക്കും ഞാനിവിടെ ടൊമാറ്റോ പ്യൂരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പ്യൂരി ആസിലേക്ക് നമ്മുടെ ട്യൂബിൽ മേടിക്കാൻ കിട്ടത്തില്ല. അത് നോർമൽ ടൊമാറ്റോസും നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു 2 to 3 ഒരു മീഡിയം ടൊമാറ്റോസൊക്കെ മതിയാവും. ഇതൊരു 4 to 5 minutes എങ്കിലും നല്ലപോലെ റോസ്റ്റ് ചെയ്ത ഒരു എണ്ണയിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ആവുന്ന ടൈമിൽ നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് മാരിനേഷനും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ക്യൂബും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളണം കേട്ടോ, കാരണം ഇതിന് സ്റ്റോക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഉപ്പ് വരും. കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മസാല എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊരു 2 minutes എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മുടെ അരി വേകാനുള്ള വെള്ളവും കൂടി ചേർക്കുക. അപ്പം ഞാനിവിടെ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഓൾ ടുഗെദർ. അത് അടച്ചു വെച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 3/4 വേവ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ മുകളിലിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കുന്ന പോലെ അത്രയൊന്നും വേണ്ട, ഒരു 10 minute കൂടെ ചെറിയ തീയിൽ ഇട്ട് അടച്ചു വെച്ചാൽ നമ്മുടെ ഫ്ലേവർഫുൾ പെരി പെരി 1 pot ചിക്കൻ റൈസ് എന്നൊക്കെ പറയുന്ന പോലെ ഈസിയാണിത്. ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ടെടുത്താൽ നമ്മുടെ ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, അങ്ങോട്ട് വിളമ്പി കഴിക്കുക തന്നെ. ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു ഗാർലിക് സോസ് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇവിടുത്തെ ഷോപ്പിൽ ലിഡിലിൽ നിന്ന് മേടിച്ചതാണ്. അതും ഒരു ടൊമാറ്റോ ചട്നി ഞാൻ ആക്കിയിട്ടുണ്ട്, അത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. പ്ലീസ് ഡു ട്രൈ ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ് ബോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.